Hi all, നമുക്ക് question number 2 ലേക്ക് മൂവ് ചെയ്ത് നോക്കാം. വേറെ question assertion reason type ചോദ്യമാണ്. With the increase in the pressure of an ideal gas, the volume falls more rapidly in an isothermal process in comparison to adiabatic process. So isothermal process adiabatic process നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എവിടെയാടാ? തെർമോഡൈനാമിക്സ്. സോ ചാപ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് തെർമോഡൈനാമിക്സ് ആണ്. സോ തെർമോഡൈനാമിക്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യം ഇവരുടെ കമ്പാരിസൺ അല്ലേ തെർമോഡൈനാമിക്സ്. ഏത് ഏരിയ എന്ന ചോദ്യം വന്നിരിക്കുന്നത് ഫേസുകളിൽ, അതായത് ഐസോതെർമൽ പ്രോസസ്, അഡിയബാറ്റിക് പ്രോസസ്, ഐസോകോറിക് പ്രോസസ്, ഐസോബാറിക് പ്രോസസ് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ചോദ്യം ഒന്നുകൂടി നമുക്ക് വായിക്കാം. വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് വോളിയം ഫോൾസ് ഓഫ് മോർ റാപ്പിഡ്ലി ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ്. ശരിയല്ലേ? കാരണം ഐസോതെർമൽ പ്രോസസിന്റെ ഇക്വേഷൻ പി വി ഈസ് എ കോൺസ്റ്റന്റ് ആണ്. എന്നാൽ അഡിയബാറ്റിക്കിന്റെ ഇക്വേഷൻ പി വി റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റന്റ്. സോ പ്രഷർ കൂടുന്ന സമയത്ത് വോളിയം പെട്ടെന്ന് കുറയും ഇൻ ഐസോതെർമൽ പ്രോസസ്. പ്രഷർ കൂടുന്ന സമയത്ത് വോളിയം പെട്ടെന്ന് കുറയും. ഈ പി വി എന്നുള്ള ടൈം കോൺസ്റ്റന്റ് ആയി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ പ്രഷർ കൂടുന്ന സമയത്ത് വോളിയം പെട്ടെന്ന് കുറയും ഇൻ ഐസോതെർമൽ പ്രോസസ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് അഡിയബാറ്റിക് പ്രോസസ് വോളിയം ഡിക്രീസസ് ലെസ് റാപ്പിഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഗാമ. ഗാമയുടെ പ്രസൻസ് ഉള്ളത് കാരണം വോളിയം പെട്ടെന്ന് റാപ്പിഡായി ഡിക്രീസ് ആവില്ല, മെല്ലെ ഡിക്രീസ് ആവുള്ളൂ. സോ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആണ്. വോളിയം ഫോൾസ് ഓഫ് മോർ റാപ്പിഡ്ലി ഇൻ ഐസോതെർമൽ പ്രോസസ് ഇൻ കമ്പാരിസൺ ടു അഡിയബാറ്റിക് പ്രോസസ്. പ്രഷർ കൂടുന്ന സമയത്ത് ഐസോതെർമൽ പ്രോസസ്സിൽ ഉണ്ടാവുന്ന വോളിയം പെട്ടെന്ന് കുറയും, അഡിയബാറ്റിക് കുറച്ച് മെല്ലെ കുറയുള്ളൂ എന്നുള്ളൊരു മീനിങ് ആണ്. കാരണം എന്താ? ബിക്കോസ് ഇൻ ദ ഐസോതെർമൽ പ്രോസസ് പി വി ഇസ് കോൺസ്റ്റന്റ്. While in adiabatic process, P v raised to gamma is constant. Gamma is the ratio of specific heats. P is pressure and V is volume of the ideal gas. So, assertion ശരിയാണ്. Assertion കൊടുത്തിരിക്കുന്ന റീസണും പെർഫെക്റ്റ് ആണ്. So, what is the answer here? Option 3. Both A and R are true, but R is the correct explanation of A. So, thank you all of you. Bye bye.